നീ എന്താ മനസ്സുകൊണ്ട് ചന്ദ്രത്തെ മോളായോ? ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ആന്റി. ഡോക്ടർക്ക് അങ്ങനെ തോന്നിയത് എന്റെ കുറ്റമാണോ? നിർത്തടി. പറയേണ്ടത് പറയാതെ തന്നെ ആളുകളെ മനസ്സിലാക്കിക്കാൻ നിനക്ക് നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം. ജാനകിയുടെ ഹോസ്പിറ്റലിലും കാഴ്ചവെച്ച പ്രകടനം അതായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഞാനതങ്ങനെ വച്ചു പൊറുപ്പിക്കില്ല. സിദ്ധുവിന്റെ കാര്യത്തിൽ എന്നേക്കാൾ വലിയ അതോറിറ്റി ആകാനുള്ള നീക്കം എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ? മര്യാദക്കാണെങ്കിൽ കുറച്ചു കാലം കൂടെ ഇവിടെ പിഴച്ചു പോവാ. ഇവിടുന്ന് പറഞ്ഞു വിട്ടാ ഇനി ആരും എന്നോട് ചോദിക്കാനും വരില്ല. മനസ്സിലായോടി നിനക്ക്? രാത്രിയിൽ വിളിച്ചപ്പോഴും ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, നന്ദനോട് എന്റെ കാര്യം പറയാനുള്ള സമയമായില്ല, ആകുമ്പോ ഞാൻ പറയാമെന്ന്. പിന്നെ എന്തിനാ അത് പറയാൻ നന്ദന്റെ മുറിയിൽ പോയേ? നീ പറഞ്ഞ ശേഷം ഞാനും അങ്ങനെ തീരുമാനിച്ചേ. പക്ഷെ പിന്നെ എന്റെ മൂഡ് മാറി. അതിന് കാരണക്കാരൻ നീയാ. ഞാനോ? അതെ, ബിയറിന്റെ കൂടെ ഹോട്ട് മിക്സ് ചെയ്തെന്ന് നീയല്ലേ? എനിക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. നീ അത് ചീറ്റ് ചെയ്തല്ലേ? അയ്യോ, അത് ഞാനൊരു രസത്തിന്. അതുകൊണ്ട് എന്തൊക്കെ കുഴപ്പമുണ്ടായി? ഞാനും നന്ദനും ഒരുമിച്ചൊരു റൂമിൽ കഴിഞ്ഞെന്നാ ആന്റി ധരിച്ചു വെച്ചിരിക്കുന്നത്. രജനി ചേച്ചി അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. അതൊന്നും സാരമില്ല, താൻ അതങ്ങ് ക്ലിയർ ചെയ്തേക്ക്. ഞാനതിന് ശ്രമിച്ചതാ, പക്ഷെ ആന്റി ഒഴിഞ്ഞു മാറി. അവരെങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ. അങ്ങനെ അവര് വിശ്വസിക്കണ്ട. അതിന്റെ കുഴപ്പം നമുക്കാ. എന്തു കുഴപ്പം? സത്യാവസ്ഥ തനിക്കറിയാലോ, പിന്നെന്താ? നന്ദനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ ഉടക്കുമ്പോ ആന്റി ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ പൂട്ടും. ഏയ് ഇല്ല പ്രകാശ്, നിനക്കത് നിസ്സാരോ, പക്ഷെ എനിക്കങ്ങനെ അല്ല. താൻ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ആന്റിയോട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം. തെറ്റിദ്ധാരണ മാറുന്നില്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ ആന്റിയോട് ഓപ്പൺ ആയിട്ട് പറയും. താൻ എന്തിനാ ഇപ്പോഴും ഈ കാര്യം പറയാൻ ശ്രമിക്കുന്നേ? ഈ കാര്യം നേരത്തെ പറയുന്നതാ ബുദ്ധി. അവസാന നിമിഷം പറയാൻ നിന്നാ അത് വലിയ പ്രശ്നമാവും. എല്ലാരും നേരത്തെ തന്നെ അറിയട്ടെ. നീ എന്തിനാ ഇതിന് മാത്രം തടസ്സം പറയുന്നേ? തടസ്സം പറയുന്നല്ല, എന്റെ പ്രോജക്റ്റിന്റെ കാര്യം ഒന്നും മൂവ് ആവാതെ ഒരു ഇഷ്യൂല് ചെന്ന് ചാടണ്ടെന്ന് കരുതിയിട്ടാ ഞാനിത് ഡിലേ ചെയ്യുന്നത്. തനിക്കറിയാലോ, ഒരു ബിഗ് ബജറ്റ് പ്രോജക്റ്റാ. ഫണ്ടിങ്ങിന്റെ കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അതിന്റെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് എനിക്ക്. പിന്നെ തന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാ എന്റെ മനസ്സൊന്ന് ഫ്രീ ആവുന്നത്. താൻ അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല. നീ വെറുതെ ടെൻഷൻ ആവണ്ട. രണ്ടു ദിവസം ഷൂട്ടിങ്ങിന് വിട്ട് ഞാൻ ബ്രേക്ക് എടുത്തിരിക്കുക. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ. നമുക്ക് നിങ്ങളുടെ ടീ എസ്റ്റേറ്റിലേക്ക് ഒരു ട്രിപ്പ് വിട്ടാലോ? എല്ലാത്തിനും വിട്ട് ഗസ്റ്റ് ഹൗസിൽ ഒരു 2 ദിവസം. എന്തു പറയുന്നു? ട്രിപ്പൊക്കെ ഓക്കെ. 2 ദിവസം പറ്റില്ല. രാവിലെ പോയാ രാത്രി തിരിച്ചു വരണം. ഏയ്, അതിലെന്താ സുഖം? ഒരു ദിവസമെങ്കിലും എൻജോയ് ചെയ്യണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ട്രിപ്പ്? വിവാഹത്തിന് മുമ്പ് അങ്ങനെയുള്ള എൻജോയ്മെന്റ് ഒന്നും വേണ്ട. അത് ശരിയാവില്ല. ഇവൾ ഒരു തരത്തിലും വല വീഴുന്നില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റേ ചെയ്യാതെ വെറുതെ ഇത്രയും ദൂരം പോയി വരാന്നല്ലേ ഉള്ളൂ. ഇപ്പൊ അതൊക്കെ മതിയടാ. വിവാഹത്തിന് ശേഷം നമുക്ക് എത്ര ദിവസം വേണേലും അവിടെ സ്റ്റേ ചെയ്യാലോ. ആരെയും പേടിക്കുകയും വേണ്ട. ഇനി ആന്റി ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുക്കണം. ഒരു കാര്യം പറഞ്ഞ 100 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും. പാർട്ടിക്ക് പോയതൊന്നും ആന്റിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ചൂടാറും മുമ്പ് അടുത്തത്.
ട്രിപ്പിന്റെ കാര്യമല്ലേ നീ പറയാൻ പോകുന്നത്? പിന്നെന്താ? അങ്ങോട്ട് പോയാൽ രാത്രി ലേറ്റ് ആയിട്ടല്ലേ തിരികെ വരൂ. അതിനനുസരിച്ചുള്ള കള്ളം വേണ്ടേ പറയാൻ? അപ്പൊ ട്രിപ്പ് ഫിക്സ് അല്ലേ? യെസ്, ആ ശ്രമിക്കാം. ഉം. ഇത്തവണ നീ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോവില്ലടി സുന്ദരി. ആഹാ, ഇത് കൊള്ളാലോ. ഈ സമയത്താണോ ചെടി നനയ്ക്കുന്നത്? മറന്നുപോയി നന്ദേട്ടാ, ഇപ്പഴാ ഓർത്തെ. ആ, അത് നന്നായി. ദാ, പറഞ്ഞ ബുക്സ് എല്ലാം ഉണ്ട്. ആ, പിന്നെ കുറച്ച് ഡ്രസ്സും വാങ്ങി. അയ്യോ, നിങ്ങള് ലേഡീസിന്റെ ഡ്രസ്സൊന്നും എടുത്ത് എനിക്ക് അത്ര പരിചയമില്ല. ഇഷ്ടപ്പെടുവോ ആവോ? എന്തിനാ നന്ദേട്ടാ ഇപ്പൊ തന്നെ ഇതൊക്കെ വാങ്ങിയേ? ഞങ്ങള് വന്നപ്പോ കൊറേ എടുത്തതല്ലേ. ആ, ഓഫീസിൽ പോവേണ്ടി വരില്ലേ? അവിടെ യൂണിഫോം ഒന്നുമില്ല. അപ്പോ ഇതൊക്കെ തന്നെ പോരാന്ന് തോന്നും. അങ്ങനെ ഒരു ഭ്രമമൊന്നും ദേവിയേക്കും ശരിയേക്കും ഒന്നിനോടും ഇല്ല നന്ദ. ഉള്ളതിൽ സന്തോഷമായിട്ട് ഒതുങ്ങി കഴിയും. എനിക്ക് ഓഫീസിൽ ജോലി തന്ന കാര്യം പ്രഭാന്റി അറിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അയ്യോ, അത് പ്രശ്നമാവില്ലേ? നന്ദന്റെ അമ്മ അറിഞ്ഞ സമ്മതിക്കില്ലല്ലോ. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മോനകത്തേക്ക് വാ, ഒരു ചായ കുടിക്കാം. ആ, ചായ വേണ്ട. ആ, ഒരു കട്ടനാവാം. വാ. ഇവരുടെ അച്ഛന്റെ കാര്യം എങ്ങനെയാ? മുരളിയുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ആ, അതാ ഇപ്പൊ വലിയ തലവേദന ആയിരിക്കുന്നേ. പറഞ്ഞു വിടാൻ അറിയാവുന്ന എല്ലാ വിധികളും പ്രയോഗിച്ചു നോക്കി. രക്ഷയില്ല. ശോ, എന്ത് നാണക്കേടാ ഇത്. അച്ഛൻ എത്രയ്ക്ക് വെളിവില്ലാതായി പോയോ? എന്ത് ബന്ധത്തിന്റെ പേരിലാ അവിടെ പോയി താമസിക്കുന്നേ? അത് വലിയ കെണിയായിപ്പോയി. ദേവിയെ മുരളി കല്യാണം കഴിച്ചാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അവൻ വേറെ കല്യാണം കഴിച്ചെങ്കിൽ ദേവിക്ക് ജീവനാംശം കൊടുക്കണമെന്നാ പറയുന്നേ. ജീവനാംശോ? ഈ മനുഷ്യൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? അതൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഭാർഗവി ആന്റി അല്ലേ ആള്. ആന്റിയോളം തറയായിട്ട് പെരുമാറാൻ ഈ ജില്ലയിൽ വേറെ ആളില്ല. ആ ആന്റി പോലും തോറ്റുപോയി. കിട്ടാനുള്ളത് കൊടുത്തില്ലെങ്കിൽ അവിടുന്ന് പോയില്ലെന്ന് പറഞ്ഞ് അവിടെ എങ്ങും ഉറപ്പിച്ചു കൂടിയിരിക്കുക. അച്ഛന് വല്ല ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചൂടെ? ഇത് വെറുതെ നാറ്റിക്കാനായിട്ട്. ഞങ്ങളെ തിരക്കുന്നുണ്ടോ? പിന്നെ മെയിൻ സീൻ അതാ. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ കക്ഷി നേരെ ഇങ്ങോട്ട് പോന്നോളും. ഇത്രയൊക്കെ ശല്യമായിട്ടും മുരളി അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാൻ ഭാർഗവി ആന്റി ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. അത്രയ്ക്ക് പൊറുതിമുട്ടി. ഈശ്വര, ഇവിടെ ഉണ്ടെന്നറിഞ്ഞ കഴിഞ്ഞു. എല്ലാം പഴയപടിയാവും. അതൊന്നും ഓർക്കാൻ കൂടെ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റാണ്ടായ മുരളേട്ടൻ പറയുമെന്നാ എന്റെ പേടി. ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും മുരളി അങ്ങനൊന്നും ചെയ്യില്ല. അത് ഉറപ്പാ. ഒഴിവാക്കാൻ വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ആ, ഞാൻ ഇറങ്ങാം. ആ, ശരി. ജോയിൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ വിളിച്ചു പറയാം. ശരി അമ്മ. ഇതിലിങ്ങനെ കുത്തി കളിച്ചോണ്ടിരിക്കാതെ ആ പുറത്തിരിക്കുന്ന സാധനത്തെ ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. ഞാൻ എന്ത് ചെയ്യാനാ? അവര് താമസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കാതെ അയാൾ ഇവിടുന്ന് പോകും തോന്നില്ല. അത് മാത്രമല്ലല്ലോ പ്രശ്നം.
ജീവനാംശം കൂടി വേണമെന്നല്ലേ ഇപ്പൊ പറയുന്നേ? ആ ഒന്നും കാര്യമാക്കണ്ട. അത് കാര്യമാക്കണം. വിഷം മുറ്റിയ സാധനം അയാള്. പറഞ്ഞു പറഞ്ഞ് അയാൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലാ പിടിമുറുക്കിയിരിക്കുന്നത്. ദേവികയുടെ അച്ഛനായി പോയി, അല്ലെങ്കിൽ 2 പിട കൊടുത്ത് ഓടിക്കായിരുന്നു. അയാള് വന്നു കയറിയതിനു ശേഷം ഇവിടെ ഒരു സമാധാനവും ഇല്ല. പുറത്തിറങ്ങി ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, നന്ദൻ എന്താ പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും കൂടി നാളെ അയാളെ പറഞ്ഞു വിടുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാ പോയെ. അപ്പൊ അതും ഇപ്പൊ അവൻ എന്റെ തലയിലേക്ക് വെച്ചു. അവൻ എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം ഉണ്ടോന്ന് എന്റെ സംശയം. അതെന്താ? അല്ല, അവന്റെ കുരിശുകളൊക്കെ ചുമക്കുന്ന ഞാനാണല്ലോ. അമ്മയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാനാ അവൻ ആ അടവിറക്കിയിട്ട് പോയത്. ഇനി അവൻ ഈ വഴിക്ക് വരത്തില്ല, അത് ഉറപ്പാ. അമ്മ എന്നോടല്ലേ വഴക്കിന് വരൂ. ഒരു കണക്കിന് നോക്കിയ നന്ദന്റെ കാര്യം വലിയ കഷ്ടോ. എന്ത് കഷ്ടം? എല്ലാം അവന്റെ കയ്യിരിപ്പോണ്ട് സംഭവിക്കുന്നല്ലേ. ഒടുവിൽ അതെല്ലാം കറങ്ങി തിരിഞ്ഞ് എന്റെ ചുമലിലാവുകയും ചെയ്യും. എവിടെ ചെന്നാലും നന്ദൻ ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ വന്ന മാധവൻ, വീട്ടിൽ ചെന്നാലോ മീര, ഹോസ്പിറ്റലിൽ ചെന്ന അമ്മയും ദേവികയും. രണ്ടുപേരും തമ്മിൽ ഹോസ്പിറ്റലിന് ഉടക്ക. നന്ദന്റെ അമ്മേ കുറച്ചധികം ഓവറാ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി, ആന്റിയുടെ സ്വഭാവം അങ്ങനെയാ. ഇനി അത് മാറാനൊന്നും പോകുന്നില്ല. ദേവികയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എന്നെ അവരുടെ അഹങ്കാരം ഞാൻ ഒതുക്കിയേനെ. പറയാനൊക്കെ എളുപ്പമാ. ആന്റിയുടെ മുമ്പിൽ നിന്ന് ആ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും നിനക്ക് കഴിയില്ല. നീ വിറയ്ക്കും. ആന്റിയുടെ നോട്ടത്തിന്റെ പവർ ഒന്നും നിനക്ക് താങ്ങാൻ കഴിയില്ല. നീ വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്ക്. അങ്കിള് പോലും കിടുങ്ങും, പിന്നല്ലേ നീ. ആന്റിയെ പേടിയുള്ളതുകൊണ്ടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. ഗൗരി, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭൂതത്തെ എങ്ങനെ പുകച്ചു പുറത്തു ചാടിക്കാന്ന നമ്മുടെ പ്രശ്നം. അതിനൊരു വഴി കണ്ടുപിടിക്കുമ്പോഴേട്ടാ. എടി, മര്യാദക്കൊന്നും പറഞ്ഞ അയാൾ പോവില്ല. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? എടി, അങ്ങനെ ചെയ്താൽ ദേവികയ്ക്ക് നന്ദനും പ്രയാസമാവും. എന്തിനാ പ്രയാസപ്പെടുന്നത്? ഉപദ്രവം അല്ലാതെ ഉപകാരം എന്തെങ്കിലും അയാളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? നമുക്കിവിടെ സ്വസ്ഥതയും സമാധാനം വേണം മുരളേട്ടാ. എത്ര നാളിങ്ങനെ കഴിയും? അയാളെ കണ്ട ഉടൻ അമ്മയുടെ സ്വഭാവം മാറും, പിന്നെ വഴക്ക് തുടങ്ങും. ദേ, കുറച്ചു മുമ്പ് ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ. നീ പറഞ്ഞ ശരിയാ. മനുഷ്യന്റെ ഉള്ള സ്വസ്ഥതയും പോയി കിട്ടി. ഒന്നുമില്ല, എല്ലാം കാര്യമാണല്ലോ. എടോ, കൊത്തി മുറത്തിക്കരി കൊത്താറായിടോ. അതിന് കൊത്താനായിട്ട് മുറയുടെ താനെന്തിനാ എന്റെ അടുക്കളയിൽ കയറിയത്? വയറ് വെച്ചിട്ട് വല്ലതും കിട്ടുമോ നോക്കാൻ വന്നതാ. താൻ്റെ ഒരു ഒടുക്കത്ത വിശപ്പ്. ഇറങ്ങണ പുറത്ത്. അല്ല, ഇന്ന് അത്താഴത്തിന് എന്താ, ചപ്പാത്തിയാണോ പൊറോട്ടയാണോ? തന്റെ ഇഷ്ടത്തിന് കഴിക്കാൻ ഇത് ഹോട്ടലൊന്നും അല്ല. തനിക്കിനി ഇവിടുന്ന് ഒന്നും തരികയില്ല. നാണോ മാനോ ഉണ്ടോ തനിക്ക്? ഇയാളെ അയ്യോ, ഓംലെറ്റ് ഒന്നും വേണ്ട. എന്താ അമ്മ ഈ കാണിക്കുന്നത്? എടാ, ഇയാളെ ഇവിടുന്ന് എടുത്തോട്ട് പോടാ. ഇയാൾക്ക് പൊറോട്ട മുട്ടക്കറി വേണോന്ന്, അല്ലെങ്കിൽ ഇയാൾക്ക് തൊണ്ടേന്ന് ഇറങ്ങൂലെന്ന്. ഇത് വലിയ ശല്യമായല്ലോ. എടോ, എന്തിന്റെ പേരില താൻ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുന്നത്? ഇയാള് ജീവനാംശം പുഴുകി തിന്നാനിരിക്കാടാ. പിടിച്ചോണ്ടേ റോഡിൽ കൊണ്ടേ തള്ളണം. നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ആ പിന്നെ, എന്റെ ദേഹത്തൊരു ഒറ്റൊരെണ്ണം തൊടില്ല. തൊട്ടാ വിവരം അറിയും. എന്ത് വിവരം അറിയുന്നോ താനീ പറയുന്നത്? ദേവികയുടെ അച്ഛനായി പോയതുകൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാറുന്നത്. പക്ഷെ അത് മുതലെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഞാനതങ്ങ് മറക്കും. എന്തിനാടാ മറക്കാനും പുറക്കാനൊക്കെ നിക്കണത്? ചവിട്ടി പുറത്താക്കടാ ഇയാളെ. ദേഹം നോമ്പളേ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോളും. അയ്യയ്യയ്യേ, ഇതെന്ത് മര്യാദയാണ് നിങ്ങൾ ഈ കാണിക്കുന്നേ? വീട്ടിൽ കയറി വന്ന ബന്ധുവിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഏത് വകയിലൂടെ താൻ ഞങ്ങളുടെ ബന്ധുക്കളാവുന്നത്? ഉണ്ടായിരുന്ന ബന്ധമൊക്കെ അറുത്ത് മുറിച്ച് കളഞ്ഞില്ലേ? ദേ, ഇനി അതിന്റെ കണക്കും പറഞ്ഞ് വെറുതെ ഇവിടെ നിക്കണ്ട. നിങ്ങൾക്ക് തോന്നിയ പോലെ അർത്ഥം മുറിച്ച് കളയാനല്ല ബന്ധം ഉണ്ടാക്കുന്നത്. അത് ചോദിക്കാൻ ഇവിടെ പോലീസുണ്ട്, നിയമമുണ്ട്. ഇയാളെ ഇന്ന് ഞാൻ ആരെയാണ് ഈ പേടിപ്പിക്കണത്? പുറത്താക്കാനേ ഈ മുരളിയൊന്നും വേണ്ട, ഞാൻ മാത്രം മതിയോ? കാണിക്കതേ എന്തെങ്കിലും ജയിലിൽ പോയാലും വേണ്ടില്ല,
ഇവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. ആ, വിടാൻ അങ്ങോട്ട്. അമ്മേ പ്രഭക്കുഞ്ഞ് ഇവിടെ ഇല്ലാത്തതേ തന്റെ ഭാഗ്യം. നാളെ കുഞ്ഞ് വന്നാലുടനെ പോലീസിനെ വിളിച്ച് തന്നെ ഇവിടുന്ന് പൊക്കിക്കോളും. നോക്കിക്കോ. പോലീസ് വരട്ടെ, എനിക്കും ആവശ്യം അത് തന്നെയാ. ആരാ കുടുങ്ങാൻ പോകുന്നത് നമുക്ക് കാണാം. മാറി അങ്ങോട്ട്. നാളെ താൻ നോക്കിക്കോളൂ. ഭാർഗവിക്ക് ജീവനുണ്ടെങ്കിലേ നാളെ താൻ ജയിലിലാടോ. നോക്കിക്കോളൂ. എവിടെയാ പോണേ? കഴിക്കാനെന്തെങ്കിലും എടുത്തു വെക്കേ. വിശന്നിട്ട് വയ്യ. ഇയാളുടെ അണ്ണാക്കിലേക്ക് വല്ലതും കുത്തി കെച്ചി കൊടുക്കടാ. നാശം പിടിച്ചവൻ. എന്നെ കൊണ്ട് തന്നെ മോനെ അതിങ്ങ് തന്നേക്ക്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തതാടാ, എനിക്ക് വിശക്കുന്നടാ. എന്തിനാ നിങ്ങളിങ്ങനെ നാണം കെട്ട് ഇവിടെ നിൽക്കുന്നേ? ഒന്ന് പൊയ്ക്കൂടെ? വണ്ടിക്കൂലിക്കുള്ള കാശ് വേണമെങ്കിൽ ഞാൻ തരാം. എടാ വണ്ടി കയറിയ പോകാനുള്ള സ്ഥലം പറയണ്ടേ? അങ്ങനെ പറയാൻ എനിക്കൊരു സ്ഥലമില്ല. ശരി, ഞാൻ ഒഴിവായി തരാം. രാധിക എവിടെയാ താമസിക്കുന്നത് പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയിക്കോളാം. പറയടാ, രാധിക എവിടെയാ താമസിക്കുന്നത്? രാധിക എവിടെ? എവിടെയാ രാധിക? പറയടാ, എവിടെയാ രാധിക? നാശം. കൊല്ലാഞ്ഞത് ഭാഗ്യം. ഇവൻ പറയില്ല, എല്ലാം പഠിച്ച കള്ളന്മാരാ. ഒന്നുമില്ലല്ലോ. പഴമെങ്കിൽ പഴം. ആ, ഇതും കൂടി ഇരിക്കട്ടെ. പെണ്ണേടാ നല്ല അന്തസ്സുണ്ട് കേട്ടോ. തെളിവ് കാണിച്ചാലോ വിശ്വസിക്കുള്ളൂ. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അവനിവിടെ ഉണ്ടല്ലോ, പിന്നെ ഇവളിത് ആരോടാ കൊഞ്ചുന്നത്? എന്നിട്ട് ആ രണ്ടുപേരും കൂടി പറഞ്ഞു ഇന്ന് രാത്രി വല്ല പണിയൊപ്പിക്കാനുള്ള പരിപാടിയാണോ? അമ്മ ഇവിടെ ഇല്ലാത്തത് സൗകര്യമായിട്ട് എടുക്കോ? ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. എന്നാലും ഓക്കെ, ഗുഡ് നൈറ്റ്. പോടി. രജനി ചേച്ചി കഴിച്ചോ? ഇല്ല, മീരെ വെയിറ്റ് ചെയ്യായിരുന്നു. കഴിക്കാൻ ചേച്ചി? എന്താ കഴിക്കുന്നില്ലേ? ഫുഡ് കഴിച്ചിട്ട് രണ്ടും കൂടെ എന്താ പരിപാടി? ചേച്ചി ഇത് ഏത് ലോകത്താ? ഞാനും ഈ ലോകത്തൊക്കെ തന്നെ ഉണ്ട് മോളെ. എന്തായിരുന്നു രണ്ടാളും കൂടി ഫോണില്? എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതണ്ട. അമ്മയുടെ ഉള്ളപ്പോ രണ്ടും കൂടി കാട്ടിക്കൊട്ടിയതൊക്കെ അറിയാം. ഇന്ന് അമ്മയുടെ ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതൽ സൗകര്യമായെന്ന് രണ്ടാളും കരുതണ്ട. ഇന്ന് എന്റെ കാര്യമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവും. ഇനിയെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി. വാ കഴിക്കാം.
ആ രജനി ചേച്ചി എന്താ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഒന്നും അറിയാത്ത ഇള്ള കുഞ്ഞു. മര്യാദയ്ക്ക് വാടി കഴിക്കാൻ. നന്ദ ചേച്ചി എന്താ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ചേച്ചി. മീര, ആ ഇവിടെ ആരും എണീറ്റില്ലേ? ഒരു ചായ കിട്ടിയായിരുന്നെങ്കിൽ. ചായ ചായ ചായ. നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുന്നു? ചായ. ചായ. ഹലോ, എത്ര നേരമായി ഇവിടെ കിടന്ന് വിളിക്കുന്നു? ആരെയും കാണാഞ്ഞിട്ട് ഞാൻ കയറി നോക്കിയതാ. എന്തിനാണ് ഈ വാതിലൊക്കെ തല്ലിപ്പൊളിക്കണത്? സൂര്യൻ ഉദിച്ചങ്ങ് ഉച്ചയിലെത്തി. എന്താ താൻ പോയി സൂര്യനെയൊക്കെ പിടിച്ചു നിർത്ത്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എനിക്കൊരു ചായ നിർബന്ധ. അത് തല എന്താ താമസം? തന്റെ വാലിക്കാരി ആരും ഇവിടെ ഉണ്ടോ എഴുന്നേറ്റ് ഉടനെ ചായ ഉണ്ടാക്കി തരാൻ? പെണ്ണുമ്പിള്ളേ, രാവിലെ എന്റെ സ്വഭാവം ബെടക്കാക്കരുത്. എടഞ്ഞ മാധവൻ മഹാബെടക്ക. ഇന്നലെ ചെയ്തതൊക്കെ ഞാൻ മനഃപൂർവ്വം ക്ഷമിച്ചതാ. ഇന്നങ്ങനെ ആയിരിക്കില്ല. താൻ എന്നെ എന്ത് ചെയ്യടോ? എന്നൊന്ന് ചെയ്യടോ, ചെയ്യടോ, ചെയ്യ താൻ.